കള്ളൻ ആരാ ഏറ്റവും വലിയ കള്ളൻ? ഞാൻ തന്നെ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കള്ളൻ ഞാൻ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സത്യസന്ധനും ഞാൻ തന്നെയാണ്. അതെങ്ങനെയാന്നല്ലേ, കഥകൾ ഇങ്ങനെ പതുക്കെ പറഞ്ഞുതരാം. ഞാൻ റീൽസുകൾ ചെയ്ത്, സാധാരണ റീൽസ് എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ 3 മിനിറ്റാണ് മെയിനായിട്ട് ടൈം അനുവദിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ റീൽസുകൾ ഒന്നുകിൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഇത്രയും ചുരുക്കാൻ പോവാണ്. ഇത്രയും സമയമെങ്കിലും ഇത് കേട്ടിരിക്കുന്നവർ എപ്പിസോഡുകൾ കേൾക്കണം കേട്ടോ. കാരണം പുതിയ പുതിയ ആരൊക്കെയോ എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ആയിട്ടുള്ള കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. പിന്നെ പറഞ്ഞ പോലെ ജീവിതത്തിലെ അനുഭവങ്ങൾ, എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഞാൻ പറയുന്നതെന്ന് അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ചില ആളുകളുടെ ബാക്കിയുള്ള ജീവിതം കാണും. പറഞ്ഞ പോലെ സിനിമയുടെ ഒരു കാര്യമൊക്കെ ചെയ്യാണ്ട്, ഇനിയിപ്പോൾ ടൈറ്റാനിക്കിൻ്റെ ഒരു കഥയുടെ എന്താ പറയുക, കർമ്മ നിയമം എന്ന് പറയില്ലേ, അതിനെ പറ്റിയിട്ട് കുറച്ച് പറയാനുണ്ട്. അതേപോലെ ഈ കള്ളനായിട്ടുള്ള എൻ്റെ കുറേ അനുഭവങ്ങൾ ഈ പേരിൽ ഞാൻ എന്ത് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ഫുള്ളി കണക്റ്റഡ് ആണ്. ഒന്നൊന്നിനോട് വേറിട്ട സംഭവങ്ങളൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ കള്ളൻ, അതുപോലെ എന്താ പറയുക, ആത്മഹത്യ, പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ എഴുതി വെച്ചിട്ട് വേണ്ടി വരും. അപ്പോൾ എല്ലാം കൂടി ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള എല്ലാം ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുരുത്തക്കേട്, അതുപോലെ പിന്നെ ഏതായിരുന്നു, മീൻസ് ഇത് പെട്ടെന്ന് ഇതിലേക്ക് ഇങ്ങനെ തലച്ചോറിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട്. പക്ഷേ ഞാൻ സ്പീഡാക്കാൻ പോവാണ്. സ്പീഡായിക്കൊണ്ട് പടപടേന്ന് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതൊരു രസം ഉണ്ടായിരുന്നു. ഒരു ആവറേജ് സ്പീഡിൽ പറയുമ്പോൾ ആവറേജ് സ്പീഡിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ഗ്രഹിക്കാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ സബ്സ്ക്രൈബേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് താൽക്കാലികമായിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് കൈമാറുകയാണ്.